കഴിഞ്ഞ വീഡിയോ ഞാൻ നാർസിസിസത്തെ പറ്റി ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാർസിസിസ്റ്റിക് ഫ്രണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് റൂംമേറ്റ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാർസിസിസ്റ്റിക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് റൂംമേറ്റ്സ്, അതായത് ഒരു നാർസിസിസ്റ്റ് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടോ നിങ്ങളുടെ ഒരു റൂംമേറ്റായിട്ടോ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു കൊളീഗായിട്ടോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും ഒരു നാർസിസിസ്റ്റിൻ്റെ പാറ്റേൺസ് എനിക്കറിയാം, അപ്പോൾ ഞാനിതിൽ പെട്ടുപോകില്ല, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നാർസിസിസ്റ്റിക് മറ്റ് റിലേഷൻഷിപ്പുകളിലെ പോലെയാണ് ഫ്രണ്ട്ഷിപ്പിൽ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഫ്രണ്ട്ഷിപ്പ് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള, വളരെയധികം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്പേസാണ് ഇഫ് ഇറ്റ് ഈസ് എ ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ്. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്മളെ കേട്ടിരിക്കുന്ന, ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഇഫ് യു ഹാവ് എ ഫ്രണ്ട് ഹൂ ഈസ് എ വെരി ഗുഡ് ലിസണർ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ഹാവ്. അതൊരു ഹെൽത്തി സ്പേസും കൂടെ ആണെങ്കിൽ യു ക്യാൻ ടെൽ എനിത്തിങ് ടു ദം. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് പറയാം. നമ്മളുടെ ഒരു ഒരു ഗോ ടു പേഴ്സൺ ആയിരിക്കും ആ വ്യക്തി. നമുക്ക് ആരുമില്ലാത്തപ്പോൾ നമുക്ക് ഈ വ്യക്തിയെ വിളിക്കാം, സംസാരിക്കാം. ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അതൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു നാർസിസിസ്റ്റ് ആണെങ്കിലോ, നിങ്ങളുടെ റൂംമേറ്റ് ഒരു നാർസിസിസ്റ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്, നിങ്ങളുടെ കോവർക്കിംഗ് നിങ്ങളുടെ വർക്ക് സ്പേസിലെ കൊളീഗ് ഒരു നാർസിസിസ്റ്റ് ആണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ചധികം സിനാരിയോസ് ഉണ്ട്. ഞാൻ പേഴ്സണലി ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഈ നാർസിസിസ്റ്റിക് ഫ്രണ്ടിൻ്റെ അബ്യൂസ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും, എൻ്റെ 1, 2, 3 ഫ്രണ്ട്സും ഇതുപോലെ ഈ നാർസിസിസ്റ്റിക് ഫ്രണ്ട്സിൻ്റെ കാരണം നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളും റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്താണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. നമുക്ക് നാർസിസിസ്റ്റിൻ്റെ സ്പെക്ട്രം നിങ്ങൾക്കറിയാമല്ലോ. നാർസിസിസ്റ്റിൻ്റെ ഒരു സ്പെക്ട്രത്തിൽ നാർസിസിസ്റ്റിൽ തുടങ്ങി മാലിഗ്നൻ്റ് നാർസിസിസ്റ്റിക് വരെയുള്ള ഒരു സ്പെക്ട്രം ഉണ്ട്. ഈ സ്പെക്ട്രത്തിലുള്ള പല ചെയ്യുന്ന സിറ്റുവേഷനാണ്. ബിക്കോസ് നമ്മൾ തകർന്നു പോകുന്നൊരവസ്ഥയിലെത്തും. ഈവൻ നമ്മൾ റിലേഷൻഷിപ്പുകളിൽ പോയിട്ട് നമ്മളൊരു ഒരു തകർന്ന അവസ്ഥയിലിരിക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ റിലേഷൻഷിപ്പ് ഫെയിലായി. മേ ബി നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു നാർസിസിസ്റ്റുമായിട്ടായിരിക്കാം. അത് ഫെയിലായിട്ട് നമ്മൾ ചെന്ന് കയറി നമ്മൾ പറയുന്നത് ഒരു നാർസിസിസ്റ്റിൻ്റെ അടുത്താണെങ്കിലോ, നമ്മുടെ ഫ്രണ്ട് ഒരു നാർസിസിസ്റ്റ് ആണെങ്കിലോ, അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതെങ്ങനെ സ്പോട്ട് ചെയ്യും, എങ്ങനെ അത് മനസ്സിലാക്കും? അതിലൊരു വ്യക്തമായിട്ടുള്ള കുറച്ച് സയൻസ് ഞാൻ പറയാം. നാർസിസിസ്റ്റിക് പേഴ്സൺസ്, നിങ്ങൾക്കറിയാമല്ലോ, നാർസിസിസ്റ്റിക് ഫ്രണ്ട്സ് പൊതുവേ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദം. ലൈക്ക് എന്ത് അവർ പറഞ്ഞാലും ലൈക്ക് അവരുടെ കാര്യങ്ങളിലോട്ട് അവർ കൊണ്ടുവരും. അവരെ പറ്റി ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും. എമ്പതി ഇല്ലാത്തവരാണ്. നിങ്ങളോട് എമ്പതി ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഈ വ്യക്തിയോട് വന്ന് പറയുകയാണ്, നിങ്ങളുടെ ഗോ ടു പേഴ്സൺ ഈ ഒരു വ്യക്തിയാണെന്ന് വെക്കുക. നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പോയി പറയുമ്പോഴത്തേക്ക് ഈ വ്യക്തി പറയില്ല, ഞാൻ ലിസൺ ചെയ്യാൻ തയ്യാറല്ല, ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്, ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ, പിന്നെ നീ പോയി ചാടിയിട്ട് പിന്നെ നീ എൻ്റെ അടുത്ത് തന്നെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ ഇതുപോലെ മണ്ടത്തരം കാണിച്ചിട്ട് എൻ്റെ അടുത്താണോ വന്ന് പറയുന്നതെന്നിങ്ങനെ ഇയാൾ പറയും. ഈ ഒരു പേഴ്സൺ, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട് പറയും. അവരൊരിക്കലും നിങ്ങളെ കേൾക്കാൻ തയ്യാറാവില്ല, നിങ്ങളെ ലിസൺ ചെയ്യാൻ അവരൊരിക്കലും തയ്യാറാവില്ല. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ ഒബ്വിയസ്ലി ഒരു പ്രശ്നം പറയാൻ ചെന്നിട്ട് അവൻ എന്നെ കേട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ ഒരു ചിന്ത നിങ്ങളുണ്ടാക്കാൻ അയാൾ സമ്മതിക്കില്ല. അയാൾ അപ്പം തന്നെ നിങ്ങളെ സ്വിച്ച് ചെയ്ത് അയാളുടെ ഇതിലോട്ട് കൊണ്ടുവരും, അയാളുടെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരും. അയാൾ എപ്പോഴും അയാളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് ഞാൻ പണ്ട് എവിടെ പോയിരുന്നപ്പോൾ എന്നെ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു. പിന്നെ അതിനൊപ്പം തന്നെ പൊങ്ങച്ചം പറയുക, ലൈക്ക് ഞാൻ പണ്ട് മുമ്പ് ഇവിടെ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞാൻ അവിടെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ ബെസ്റ്റായിരുന്നു, ഞാനാണ് ആ പേഴ്സൺ ഇങ്ങനെ അച്ചീവ് ചെയ്തത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് പൊലിപ്പിച്ച് പറയുക ഇവരുടെ ഒരു മെയിൻ സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സർക്കിളിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ ഈ കുറച്ച് ആൽക്കഹോളൊക്കെ ഡ്രിങ്ക് ചെയ്തൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ബിയറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇവരത് കൃത്യമായിട്ട് മുതലെടുക്കുകയും ചെയ്യും. ഇപ്പോൾ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, നമ്മളൊരു കാഷ്വൽ ടോക്കിലൊക്കെ ഏർപ്പെടുന്ന സമയത്താണെങ്കിൽ ഇവർ ആ ടോക്ക് മുഴുവനും കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവരത് അവരുടേതായിട്ടുള്ള ഒരു അവരിലേക്ക് അവർ കൊണ്ടുവരും ആ എൻ്റയർ കോൺവെർസേഷൻ. പിന്നെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് അത് മാറും. അപ്പോൾ
പ്രകടമായിട്ട് അതൊരു നാർസിസ്റ്റ് ആണെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, നമ്മൾ ഈ നാർസിസത്തെക്കുറിച്ച് അവെയർ ആണെങ്കിൽ. പക്ഷേ ഇതൊരു മാലിഗ്നൻ്റ് നാർസിസ്റ്റ് ആണെങ്കിൽ ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ട്രിക്കി എന്ന് പറയുന്നതിനേക്കാളും അത് ഡേഞ്ചറസ് ആണ്. പിന്നെ ഒരു ബെസ്റ്റ് സൈനാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങളുടെ സക്സസ് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് ആക്ച്വലി നിങ്ങളോട് ഭയങ്കര എൻവിയുണ്ട്. ലൈക്ക് ഈ നാർസിസിസ്റ്റ് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ, അവരെക്കാളും സ്മാർട്ടായിട്ടുള്ള പേഴ്സൺ, ലൈക്ക് ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിനെ ആയിരിക്കും. ഒതൻറ്റിക് ആയിട്ടുള്ള പീപ്പിളിനെ ആണെങ്കിലോ അവർക്ക് ലൂർ ചെയ്ത് എടുക്കാൻ എളുപ്പം. ലൈക്ക് അവരൊരു സ്മാർട്ട് പേഴ്സണായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിച്ചിട്ട് നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും, നിങ്ങളുടെ കഴിവുകളെ ഒന്ന് നിങ്ങളോട് പറയും. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി കടന്നു വരിക. പക്ഷേ കടന്നു വന്നതിന് ശേഷം ഇയാളുടെ തനി രൂപം ഇയാൾ കാണിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാൻ പോലുമില്ല. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഇതിൽ, നമ്മളൊരു നല്ല സുഹൃത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഡിഫെൻഡ് ചെയ്യും. നമ്മൾ പലപ്പോഴും പല ആൾക്കാരുടെ ഇടയിൽ നമ്മൾ അവരെ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നാർസിസിസ്റ്റായിട്ടുള്ള വ്യക്തി മറ്റ് സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിൽ നിന്നും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവർ തന്ത്രപരമായി നിങ്ങളെ അതിൽ നിന്ന് കൊണ്ടുവരും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സുഹൃത്തിലേക്ക് പോകുന്നെന്ന് വെച്ചോ, ഒരാളുടെ നല്ല ക്വാളിറ്റി നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കോവർക്കറായിട്ടുള്ള ഒരാളുടെ ക്വാളിറ്റി നിങ്ങൾ കണ്ടു, ആ പേഴ്സൺ നല്ലൊരു ഫ്രണ്ട് ആവാൻ സാധ്യതയുള്ള പേഴ്സൺ ആണെന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇത് നാർസിസിസ്റ്റിനെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് പോകുന്നു എന്ന തോന്നലുണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സർക്കിളിലേക്ക് മാറുന്നു എന്നുള്ള ടെൻഡൻസി ഉണ്ടായാൽ തന്നെ അത് മുൻകൂട്ടി കാണുന്ന നാർസിസിസ്റ്റ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരിലേക്ക് തന്നെ കൊണ്ടുവരും. അവർ ഈ ആൾക്കാരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. റെഗുലറായിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞ് ഈ ഓരോ വ്യക്തികളിലും ഒരു നെഗറ്റീവ് ഇമേജ് നിങ്ങളുടെ ഉള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങളെ ചിന്തിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലാണ് ഇവരിത് പെട്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വീണ്ടും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഇയാളാണ് ഓക്കെ ആയിട്ടുള്ള പേഴ്സൺ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി നമ്മൾ വിചാരിക്കും ഇയാളുടെ അടുത്താണ് ഞാൻ എൻ്റെ ലൈക്ക് അതിലൊരു ചെറിയ ട്രിക്കുണ്ട് കേട്ടോ. ഇവർ നമ്മളെ എൻ്റെ എല്ലാ രഹസ്യം സൂക്ഷിപ്പുകാരനും നീയാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുക. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നിന്നോടാണ് പറയുന്നത്, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ പറയുന്നത് മൊത്തവും ഈ അവരുടെ വേസ്റ്റ് കൊണ്ട് തട്ടുന്ന ഒരിടമായിട്ടാണ് അവർ ശരിക്കും നിങ്ങളെ കാണുക. നിങ്ങളുടെ ഒരു തരത്തിലുള്ള വാല്യൂ അവർ തരില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മനുഷ്യത്വപരമായ പരിഗണന അവർ തരില്ല, നിങ്ങളോട് അവർക്ക് എമ്പതി ഉണ്ടാവില്ല. നിങ്ങളുടെ എമ്പതി അവർ നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതൊരു ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു വൺ വേ സ്ട്രീറ്റ് ആയിരിക്കും. ഈ പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട്, അതായത് നാർസിസിസ്റ്റിന് മാത്രം അങ്ങോട്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് യാതൊരു തരത്തിലുള്ള, ഞാൻ ബെനിഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റോ അങ്ങനെയുള്ളതൊന്നുമല്ല കേട്ടോ. ഒരാളോട് നിന്ന് നമ്മൾ സിമ്പിളായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഫ്രണ്ടിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി അതിലൊന്നും നമ്മളുടെ കൂടെ കാണില്ല. പിന്നെ വേറൊരു സൈൻ എന്ന് പറയുന്നത്, ഇവർ ലാസ്റ്റ് മിനിറ്റിൽ ഈ പറയുന്ന പ്ലാൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് നിരന്തരമായിട്ട് ഇവർ ചെയ്യുകയും ചെയ്യും കേട്ടോ. നമ്മളൊരു പ്ലാൻ ചെയ്തു, ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തു, ഒരു യാത്ര പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഇവർ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതൊക്കെ നിർത്തിക്കളയും. ഇവർക്ക് വർത്തമാനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പ്രഹസനം മാത്രമേ ഉള്ളൂ. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും എന്നുള്ള, നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ആ യാത്ര പോവാം, ഈ യാത്ര പോകാം, അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം, ഇവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് ഈ പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇതൊക്കെ പറച്ചിലേ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇവർ പ്ലാൻസൊക്കെ കട്ട് ചെയ്യും, ഇവർ എസ്കേപ്പ് ആവും. നമ്മൾക്ക് അറിയത്തില്ല, നമ്മൾ വിളിച്ചാൽ പോലും ഇവർ കിട്ടില്ല, ഇവരങ്ങ് പൊക്കളയും, ഇവരങ്ങ് എസ്കേപ്പ് ആവും. ഈ ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവരെ പിന്നെ കാണില്ല. നമ്മൾക്ക് അവരെ ആവശ്യമുള്ളപ്പോൾ ഇവരൊരിക്കലും അവൈലബിൾ ആയിരിക്കില്ല. അതാണ് എന്താണ് പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് ആ സമയത്ത്. പക്ഷേ നമ്മളത് ചിന്തിക്കുകയില്ല. ഒരു പക്ഷേ ആ ഒരു വിക്ടിം ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കാം പ്രോബബ്ലി. സോ അതുകൊണ്ട് കാരണം ഇയാൾ എപ്പോഴും എനിക്ക് ആവശ്യമുള്ളപ്പോൾ എന്തുകൊണ്ട് അവൈലബിൾ ആവുന്നില്ല എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയമായിരിക്കും ഈ ഒരു നാർസിസിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ
ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് ഗിൽറ്റ് ട്രിപ്പിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങും. ഈ ഗിൽറ്റ് ട്രിപ്പിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങും ഇവർ നിരന്തരം ചെയ്ത് നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, നിങ്ങൾ പറയുന്ന ഒരു റിയാലിറ്റി, നിങ്ങൾ പറയുകയാണ് അത് എന്നിൽ സംഭവിച്ചിട്ടുണ്ട്, അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇവർ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇവർ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇവർ എന്താ പറയുന്നത്, നിങ്ങളുടെ വിചാരമാണ്, നിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ നിനക്കെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്, നിനക്കെന്തോ ഈ മാൽ ഫങ്ഷൻഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നീ, അല്ലെങ്കിൽ എന്തോ ഒരു ഡിഫോൾട്ട് നീ പറഞ്ഞ പോലെ നിനക്ക് കുറേ പോരായികളുണ്ട്, നിനക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നീ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിച്ചാലും നീ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്, ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോൺഫിഡൻസ് മൊത്തം നശിപ്പിച്ച് അവർ വിക്ടിം കാർഡ് ഇറക്കും. അവർ വിക്ടിമായിട്ട് പ്ലേ ചെയ്യും. അത് ഞാനാണ് ഇത് പറ്റിയത്, നിൻ്റെ ഇത്രയും ഇത് കാരണം, നിൻ്റെ ഒരു പിടിപ്പുകേട് കാരണം എനിക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഞാനാണ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്നെ വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്കാണല്ലോ എല്ലാ പ്രശ്നവും വരുന്നത്. ഇങ്ങനെ ഇവർ നിങ്ങളെ ധരിപ്പിച്ച് അവർ വിക്ടിമായിട്ട് പ്ലേ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ആണല്ലോ ഇവർക്കുള്ളത്. അതുകൊണ്ട് ഇവർ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ നിങ്ങളോട് പെരുമാറുന്നത്. ലൈക്ക് അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചിട്ട് അത് നിങ്ങളോട് പറഞ്ഞിട്ട് ലൈക്ക് അത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കോംപ്ലിമെൻറ്റ് നിങ്ങൾ കൊടുക്കുന്നവരെ അതിങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കും ചെറിയ രീതികളിൽ. നിങ്ങളൊരു കോംപ്ലിമെൻ്റിൽ കൊടുത്താലോ നിങ്ങളതിനെ അംഗീകരിച്ചാലോ ഇവരുടെ മുഖത്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവർ മുഖത്ത് ആ ഒരു സന്തോഷം, ആ ഒരു ഡെവിളിഷ് സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സ്മേക്കിംഗ് സന്തോഷം, ഒരു അരഗൻറ്റ് സന്തോഷം, അത് അവർ അനുഭവിക്കും. ആ ഒരു വാലിഡേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഈ വ്യക്തികൾ ഇതിൽ കോവേർട്ട് നാർസിസിസ്റ്റുകളെ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടതാണ്. കോവേർട്ട് നാർസിസിസ്റ്റുകൾ വളരെ ഷൈ ആയിട്ടും ചാമിങ് ആയിട്ടും ഒക്കെ വളരെ സോഫ്റ്റ് സ്പോക്കണായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ ഇവർ കുഴപ്പക്കാരല്ല എന്ന് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് കോവേർട്ട് നാർസിസിസ്റ്റുകളെ. കാരണം അവർ ആ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നിങ്ങൾ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കോവേർട്ട് നാർസിസിസ്റ്റ് ആണെങ്കിൽ ദേ ആർ വെരി ഗുഡ് അറ്റ് ഹൈഡിങ് ദെയർ ട്രൂ നേച്ചർ. ഈ ഒരു വ്യക്തിയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടും ഡ്രെയിൻഡ് ആയിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ നീഡ്സ് ഒന്നും മെറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഈ വ്യക്തി ഒരിക്കലും പരിഗണിക്കുന്നില്ല, ഈ വ്യക്തി നിങ്ങളെ ഡിവാല്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എപ്പോഴും നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക. ഐ എം ടെലിങ് യു, ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് വളരെയധികം ഹെൽപ്പാവുന്നൊരു കാര്യമാണ്. വി നോ, അവർ മൈൻഡ് നോ, അല്ലെങ്കിൽ അവർ ഗട്ട് നോ, അല്ലെങ്കിൽ അവർ ഇൻറ്റ്യൂഷൻ നോ ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് മാനിപ്പുലേറ്റിംഗ് മീ, ദിസ് പേഴ്സൺ ഈസ് യൂസിങ് മീ. കോവേർട്ട് നാർസിസിസ്റ്റുകൾ അതിനൊപ്പം തന്നെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾ പണ്ട് അവരോട് ചെയ്ത കാര്യങ്ങൾ, ലൈക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ ഒന്നും വലിയ രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തത് അത്ര ഒരു പ്രശ്നം പോലും ആകണമെന്നില്ല. പക്ഷേ അവരതിനെ എലിവേറ്റ് ചെയ്ത് കാണിച്ചിട്ട് അതിനൊരു വലിയ ഇതായിട്ട് കാണിച്ചിട്ട് നിങ്ങളൊരു ക്രിറ്റിസിസം അവർക്കെതിരെ പറയുമ്പോൾ, നിങ്ങൾ അയാളുടെ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീ ചെയ്യുന്നത് നിനക്ക് ദോഷകരമായിട്ട് വരികയാണെന്ന് ഒക്കെ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ഇവർ ഈ പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കി നിങ്ങളെ വീണ്ടും കൺട്രോളാക്കും. നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം അവരുടെ ബർത്ത്ഡേ മറന്നുപോയി എന്ന് വെക്കുക. ഈ വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി എന്നുള്ളൊരു കാര്യം മനസ്സിലിട്ടിരുന്നിട്ട് തക്കതായിട്ടുള്ള അവസരം വരുമ്പോഴത്തേക്ക് ഇയാളെടുത്ത് ഉപയോഗിക്കും. നീ അന്ന് എൻ്റെ ബർത്ത്ഡേ മറന്നുപോയല്ലോ, നിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ നല്ല ട്രീറ്റ് തന്നതാണല്ലോ. ഇവർ ഉദ്ദേശിക്കുന്ന ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്ന കാര്യത്തിൽ കോവേർട്ട് നാർസിസിസ്റ്റുകൾ മാസ്റ്റർ മൈൻഡ്സ് ആണ്. അവർ ഈ പറഞ്ഞ പോലെ അവരുടെ സന്തോഷത്തിൻ്റെയും അവരുടെ ദുഃഖത്തിൻ്റെയും ഒക്കെ കാരണക്കാരൻ നിങ്ങളാണെന്ന് പറയും. കാര്യങ്ങൾ അവരുടെ വഴിക്ക് വന്നില്ലെങ്കിൽ, നിങ്ങൾ അവരുടെ വഴിക്ക് പോയില്ലെങ്കിൽ, അവർ നിങ്ങളിൽ നിന്നും വിഡ്രോ ആയിട്ട്, ഇമോഷണലി വിഡ്രോ ആയിട്ട് പാസീവ് അഗ്രസീവ് ആയിരുന്നിരിക്കും, പാസീവ് അഗ്രസീവായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്തിരിക്കും. നാർസിസിസ്റ്റിനെ നമുക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു നാർസിസിസം സ്പെക്ട്രത്തിൽ വരുന്ന, ഈ തുടക്കത്തിൽ വരുന്ന നാർസിസിസ്റ്റുകൾ. കാരണം അവരൊന്നും വലിയ ഒരു പ്രശ്നക്കാരാകാൻ സാധ്യതയില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം നിങ്ങളൊരു പാർട്ടിക്ക് പോയാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇവൻറ്റിന് പോയാൽ, നിങ്ങളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇവരുടെ കുറച്ച് പൊങ്ങച്ചം പറച്ചിൽ കേട്ടിട്ട് നിങ്ങൾക്കിങ്ങ് വരാം, ലൈക്ക് അവരത്ര പ്രശ്നക്കാരല്ല. പക്ഷേ മാലിഗ്നൻ്റ് നാർസിസിസ്റ്റുകൾ അങ്ങനെയല്ല. അവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന് നിങ്ങളുടെ ഒരു പാർട്ണറായിട്ട് വന്നാൽ, ബിസിനസ് പാർട്ണറായിട്ട് വന്നാൽ, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങളുടെ ഒരു ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ണറായിട്ടോ അവർ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫ് പാർട്ണറായിട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ അവർ പാർട്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്
വേണ്ടെന്നുള്ള സ്ഥാനത്തേക്ക് ഇവർ കടന്നു കയറിയാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയും മാനസികമായിട്ട്. ഈ മാനസികമായിട്ടുള്ള തകർച്ച നിങ്ങൾക്ക് ട്രോമ ഉണ്ടാവാൻ കാരണമാകും. ഇത് ആങ്സൈറ്റിയും സ്ട്രെസ്സും നിങ്ങളിലുണ്ടാവാൻ കാരണമാകും. ലൈക്ക് ഇത് ഡിപ്രഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും. ഇപ്പോൾ ഒരു മൊമെൻറ്റിൽ അവർ നമ്മളെ അടുത്ത് ഭയങ്കര ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യും. ഭയങ്കര ഒരു മനുഷ്യത്വം ഇല്ലാതെ നമ്മളടുത്ത് അവർ പെരുമാറും. എന്നിട്ട് ആ ഒരു പെയിൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ ലവ് കൊണ്ട് ഷവർ ചെയ്യും. അവരൊരു ഭയങ്കര ലവ് ബോംബിങ് നടത്തിയിട്ട് നമ്മളടുത്ത് നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്നുള്ള രീതിയിലുള്ള അടവുകളും കാര്യങ്ങളും ഒക്കെ ഇറക്കും. അപ്പോഴും നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കും ഇവരുടെ നല്ല വേർഷൻ തിരിച്ചു കിട്ടും എന്നുള്ളത്. പക്ഷേ അത് സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇയാൾ നിങ്ങളുടെ ലൈഫ് പാർട്ണറായിട്ട് വരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടി തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ആൺകുട്ടി മാലിഗ്നൻ്റ് നാർസിസിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ പെൺകുട്ടിക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഈ പാട്രിയാർക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ രണ്ടാംകിട പേഴ്സണായിട്ട് കാണുന്നതിൻ്റെ. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഇവരിൽ വരാനും ഈ ഒരു ലൂപ്പിനകത്ത് ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ പെട്ടുപോകാനും സാധ്യതയുണ്ട്. പിന്നെ അതിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആ പെയിൻ അനുഭവിച്ചാലേ ശരിക്കും മനസ്സിലാവുള്ളൂ അതിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട്. ലൈക്ക് അവർ നമ്മളൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ കൊണ്ടായിരിക്കും ഇവർ മൊത്തം പണി എടുപ്പിക്കുക. നമ്മുടെ ഐഡിയാസ് ആയിരിക്കും ഇവരെടുക്കുക. നമ്മുടെ ഐഡിയാസ് നമ്മളിൽ നിന്ന് എടുത്തിട്ട് ഇവരതിൻ്റെ ക്രെഡിറ്റ് എടുക്കും. ലൈക്ക് അവസാനം ഈ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അവസാനം ഈ കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇയാൾ മൊത്തം ക്രെഡിറ്റ് അങ്ങ് എടുക്കും. ഇയാൾ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്നങ്ങ് പറയും നിങ്ങളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. നിങ്ങൾ വിചാരിക്കുക, അയ്യോ അപ്പോൾ ഞാൻ ചെയ്തത് ഒന്നും ശരിയില്ല, ശരിക്കും ഞാൻ ഇതിനകത്ത് ഇത്രയും എഫേർട്ട് ഇട്ടിരുന്നോന്ന് പോലും നിങ്ങൾ മറന്നു പോകും. നിങ്ങൾക്കറിയാം നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷേ ആ മൊമെൻറ്റിൽ നിങ്ങളെല്ലാം മറന്നു പോകും. നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഞാൻ ഇത്ര ഒരു വർത്ത്ലെസ് ആയിട്ടുള്ള ആളായിപ്പോയി. ഇയാൾ അങ്ങ് ഭയങ്കര ഒരു എന്താ പറയുന്നത്, എല്ലാവരുടെയും ഇയാളും അങ്ങനെ ആ സമയത്ത് ഭയങ്കര ചാമിങ് ആയിട്ട് എല്ലാവരുടെയും അറ്റൻഷൻ ഇങ്ങനെ വാങ്ങിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഗ്രാൻഡ്യൂസ് ലെവലിൽ ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്പോട്ട് ചെയ്യുക. ലൈക്ക് ഇവരുടെ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ഇവരുടെ ലൂപ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പുറത്ത് നിങ്ങൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളെ പിന്നെ തൊടാൻ കഴിയില്ല. ഇവർക്ക് പിന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു വരിക. ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് വിചാരിക്കുക, നമുക്ക് അതിൽ ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വരാൻ പറ്റുമെന്ന് ബിലീവ് ചെയ്യുക. നമുക്ക് ഇവരുടെ പിടിയിൽ നിന്നും മാറി വരാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് മാറി വരാൻ പറ്റും, അത് ഉറപ്പാണ്. നിങ്ങളോട് മനുഷ്യത്വം കാണിക്കാത്ത, നിങ്ങളോട് എമ്പതി കാണിക്കാത്ത, നിങ്ങളെ ഇല്ലാതാക്കുന്ന ഈ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക, അതിൽ നിന്നും പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉറപ്പായിട്ടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. കൂടുതൽ ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് എത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വേണോ, നിങ്ങൾക്ക് അല്ലാതെ മറ്റെന്തെങ്കിലും ടോപ്പിക്സ് കാണണം എന്ന് ആഗ്രഹമുണ്ടോ, ഞാൻ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അതെല്ലാം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. തൊട്ടടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.